ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മുടെ വുമൺ മിലിറ്ററി പോലീസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. 10ാം ക്ലാസ് പാസ്സായ എല്ലാ പെൺകുട്ടികൾക്കും ഇതിനകത്ത് അപേക്ഷിക്കാവുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുൾ കാണുക. വുമൺ എംബിയുടെ എല്ലാ അപ്ഡേറ്റും ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ അറിയാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയുടെ മെയിൻ കണ്ടന്റിലോട്ട് പോകാം. ഇതാണ് വുമൺ എംബിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. അൺമാരീഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഫോർ സെലക്ഷൻ. അതായത് അൺമാരീഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ ഒക്കത്തുള്ളൂ. മാരീഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ ഒക്കത്തില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 12 മാർച്ച് മുതൽ 10 ഏപ്രിൽ വരെയാണ് ഇതിന്റെ ഡേറ്റ്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വരെ കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. അടുത്തതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഫസ്റ്റ് നിങ്ങൾ 10th പാസ്സായിരിക്കണം. പിന്നെ 5 ബേസിക് സബ്ജക്റ്റിനും കൂടെ 45% മാർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഓരോ സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ 33% മാർക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്ത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 1 ഒക്ടോബർ 2004 1 ഏപ്രിൽ 2008 ഇടയിൽ ജനിച്ച കുട്ടികൾക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ ഒക്കത്തുള്ളൂ. 1 ഒക്ടോബർ 2004 1 ഏപ്രിൽ 2008 ഇടയിൽ ജനിച്ചവർക്കും ആ ഡേറ്റിൽ ജനിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ ഒക്കും. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്. അതായത് നിങ്ങളുടെ ഹൈറ്റ് 162 സെന്റിമീറ്റർ വേണം. പിന്നെ നിങ്ങളുടെ ചെസ്റ്റ് എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തിരിക്കണം. അടുത്തത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയാണ്. അതിന്റെ ഫീസ് എന്ന് പറയുന്നത് 250 രൂപയാണ്. നെക്സ്റ്റ് ആണ് വരുന്നത് ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്. അതായത് ഫേസ് 1 ഫേസ് 2 ഇതിൽ എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫേസ് 1 വരുന്നതാണ് നിങ്ങളുടെ റിട്ടേൺ എക്സാം പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ഫേസ് 2ലേക്ക് കടക്കാനൊക്കത്തുള്ളൂ. നെക്സ്റ്റ് ഫേസ് 2 വരുന്നതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. 1600 മീറ്റർ നിങ്ങൾ 8 മിനിറ്റിൽ ഓടിയെത്തണം. ഇതിനകത്തും ഗ്രൂപ്പ് 1 ഉണ്ട്, ഗ്രൂപ്പ് 2 ഉണ്ട്. ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് 7 മിനിറ്റ് 30 സെക്കൻഡിൽ ഓടിയെത്തണം. ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത് 8 മിനിറ്റിൽ നിങ്ങൾ ഓടിയെത്തണം. ഗ്രൂപ്പ് 1 ഓടിയെത്തുവാണെങ്കിൽ 60 മാർക്കും ഗ്രൂപ്പ് 2 ഓടിയെത്തുകയാണെങ്കിൽ 48 മാർക്കുമായിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കാൻ പോകുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 10 ഫീറ്റ് ലോങ് ജമ്പും 3 ഫീറ്റ് ഹൈ ജമ്പും നിങ്ങൾ അവിടെ ക്വാളിഫൈ ആയിരിക്കണം. നെക്സ്റ്റ് വരുന്നതാണ് ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ്. ഇവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൈറ്റ് വെയിറ്റ് എല്ലാം ചെക്ക് ചെയ്യുന്നത്. ഇത് ക്വാളിഫൈ ആയി കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവുന്നത്. കാരണം നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ തന്നെ ആദ്യമായിട്ടാണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് വരുന്നത്. അത് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത വരുന്നതാണ് മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പം നിങ്ങൾ ഫസ്റ്റ് റിട്ടേൺ ക്വാളിഫൈ ആവണം. അവിടുന്ന് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് ഹൈറ്റ് മെഷർമെന്റ് ഉണ്ട്, അത് കഴിഞ്ഞ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റാണ് നിങ്ങൾക്ക് മെഡിക്കൽ വരുന്നത്. ഇതും ക്വാളിഫൈ ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പറ്റത്തുള്ളൂ. WMBയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. 2025 നിങ്ങളും ഒരു ഡിഫൻസ് യൂണിഫോം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടീം ആൻഡ്രോടൊപ്പം ജോയിൻ ചെയ്യും. താങ്ക്